ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ കണ്ണൂർ വ്ലോഗ്. ഇപ്പൊ കണ്ടത് ബേബി ബീച്ചാണ്. അങ്കിതയുടെയും പ്രജിൻ്റെയും നാടാണ് കണ്ണൂർ. ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ ട്രെയിനിലെത്തി. പ്രജി നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന് ബേബി ബീച്ചിൽ കൊണ്ടുവന്നതാണ്. എൻ്റെ വീട്ടിലെത്തി, ഡ്രസ്സൊക്കെ മാറി. പ്രജിൻ്റെ വീട് കാണിച്ചു തരാവേ. ഇതാണ് പ്രജിൻ്റെ വീട്. അകത്തേക്ക് കാണിച്ചു തരാവേ. ഇതാണ് പ്രജിൻ്റെ വീടിൻ്റെ അകത്ത്. ഇവിടെ ഒരാൾ വെച്ചേക്കണ്ടല്ലോ. അമ്മ, ചേച്ചി, വാവാ. അവളുടെ അകത്ത് കൊണ്ട് നടന്നപ്പോ ഒരു കമ്മലിന്റെ ഒരു കട. അവിടെ നിന്ന് എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വീട്ടിലെ വേസ്റ്റ് കൊണ്ടുവന്ന് മോളുകളിൽ തള്ളുകയാണ് ഇവന്റെ ഇഷ്ടപ്പെട്ട വിനോദം. ബേബിക്ക് വാങ്ങിച്ച ഗിഫ്റ്റ്സ്, ഒരു ഡ്രസ്സും അതിൻ്റെ അകത്തൊരു ക്യൂട്ട് ചെയറും. കവറൊന്നും കണ്ട ആരും പേടിക്കണ്ട, ഇതൊക്കെ ഭയങ്കര ഒരു ക്യൂട്ട് ചെയർ വേണ്ടി ചെയ്തു. ഇത് രണ്ടും വാങ്ങി. ഇവിടെ കണ്ണൂർ ഫോർട്ടിൽ നിന്ന് ഒരു കോട്ട ഉണ്ടെന്ന് ഇന്നാണ് അറിഞ്ഞത്. അത് കാണാനായിട്ട് വന്നേക്കണേ. എന്താണ് പറ, ഇത് നീ തന്നെ പറ. ഡ്രസ്റ്റാ പറ. ഓ ആണോ? എന്നിട്ട് ഇതെന്താ ഇങ്ങനെ വെച്ചേക്കണേ? ആരെങ്കിലും എടുത്തോണ്ട് വേടി വെച്ചാലോ? ഇത് എടുത്തിട്ട് മോഷിച്ചിട്ട് അവിടെ പോയിട്ട് എടുത്ത് കത്തിച്ചിട്ട്. അത് ഈ കോട്ടന്റെ ഒരു ടോപ്പ് വ്യൂ കണ്ടോണ്ടിരിക്കേ. ഇതൊക്കെ ജയിലായിരുന്നു. പോർച്ചുഗീസുകാർ പണിത കോട്ടയാണ്. നടക്കാൻ പേടിയാണ്. ഇങ്ങോട്ട് നോക്കിയില്ലേനോ? അതിന് മാസം പ്രജിന്റെ പിന്നിലുള്ള പോസ. റണ്ണിങ്. നീ എന്താ വിൻഡ് വില്ലോ? കോട്ടയിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നു. കോട്ടയിലെ എൻഡ് പോയിന്റിന്റെ വ്യൂ. ജെട്ടി, കണ്ണൂർ ജെട്ടി. എന്താ ഇത് കോട്ടേന്റെ മറ്റൊരു എൻഡ്. ഇവിടെ ബ്രൈറ്റ് ടു ബി ഷൂട്ടൊക്കെ നടക്കണ്ടേ. നല്ല ഭംഗി കാണാൻ. ഇത് ഈ കോട്ടേന്റെ ഒരു നടക്കണ വരാന്താന്ന് പറയാം. क्या फिक्र है जीने की वजह
കണ്ണൂരിലെ ദ മോസ്റ്റ് ഫേമസ് അറഫ റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ കല്ലുമ്മക്കായാണ് ഫേമസ് എങ്കിലും ഞങ്ങൾ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ വാങ്ങിച്ചത്. ഇതൊക്കെ പ്രജിന്റെ അമ്മ ഉണ്ടാക്കിയതാ. ആ ബിസിനസ്സാ. കലാകാരിയാ കലാകാരി. കൊച്ചു തുമ്പി പറശ്ശിനിക്കടവില് ഉത്സവത്തിന് വന്നേക്കണേ. ഇതിന്റെ അകത്താ നടന്നത്. പക്ഷെ നമ്മൾക്ക് ഉള്ളില് വീഡിയോഗ്രാഫി അല്ല, അവിടെ അല്ല. അതിൻ്റെ അകത്ത് ഒരു മുത്തപ്പൻ ഫോം 365 ഡേയ്സും 3 ടൈം മീൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. കൊള്ളാല്ലേ? ഇത് വേറൊരു അമ്പലം. പാടത്തിൻ്റെ നടത്തു കൂടെയൊക്കെ നടന്നതാണ് ഞങ്ങൾ അടുത്ത തെയ്യത്തിൻ്റെ ലൊക്കേഷൻ. പോലെ നിർത്താം. ശരിയായി ശരി. ഒന്നുകൂടി അടുത്ത ലൊക്കേഷനിലെത്തി. ആൾക്കാര് രാവിലെ 5 മണിക്ക് രാത്രി 12 മണി തൊട്ട് കാത്തു നിൽക്കണത് ഇതിനു വേണ്ടിയിട്ട്. ഇവിടുത്തെ തെയ്യവും കഴിഞ്ഞു. ഇത്ര നേരം തൊട്ട് കാത്തിരിക്കണമെന്ന് പറയോ. കാത്തിരുന്ന് അവസാനം ഉറക്കവും ഇല്ല. 5 മണിയായപ്പോഴാണ് അത് നടക്കുന്നത്. അപ്പോഴത്തേക്കും മതിയായി ഇരുന്ന് ടൈമിങ് ഇങ്ങനെ പോവല്ലേ. പിന്നെ ഒരു പ്രാവശ്യമൊക്കെ കാണാം. ഈ നാട്ടുകാർക്ക് അവരുടെ കൾച്ചർ, അവരുടെ രീതി എല്ലാവരും കൂടെ അതൊക്കെ ഒരു സന്തോഷം. നമുക്കങ്ങനെയല്ലല്ലോ. ആ ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഇവൻ വന്നായിരുന്നു ഇന്നലെ രാത്രി 2 മണിക്ക്. ഫോട്ടോ ചക്കക്കുരു കുത്തിയിട്ട് വയ്ക്കാം. ചക്കക്കുരു കുത്തിയിട്ടേ അതിന് ചുറ്റും വേലി കിട്ടി. കല്ലമില്ലേ പോയി ഇതിലേ പോയി രാജസ്ഥാനിൽ നിന്ന് മേടിച്ച ടീഷർട്ടൊക്കെ ഇട്ടിരിക്കുക.
ഞങ്ങള് വാങ്ങിച്ചതാ. ഡേ 2 ഞങ്ങളൊക്കെ റെഡിയായി. പ്രജിൻ റെഡി ആയിട്ടില്ല, പ്രജിനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇതെനിക്ക് ലീനോ വാങ്ങിച്ചെന്ന കമ്മല ഇവിടെ നിന്ന് കണ്ണൂരിന്ന്. എന്തൊരു ഭംഗിയല്ലേ. എന്താ ചാറ്റ പോണോ? ഓട് ഓട്, നിക്കാൻ പറ്റില്ല, ഓട്. പ്രജിന് ഇപ്പൊ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയും ഇനിയും ഇനിയും. ഹായ് ഹായ്, ആരും പറക്കണേ, ഒരു പൂമ്പാറ്റയാണോ? മാഷിന്റെ വീട്ടിൽ നിസ്കാരപ്പായ വിരിക്കാൻ ഒരിടം തരുമോ എന്ന് തട്ടത്തിമറയത്തിൽ ഐഷ വിനോദിനോട് ചോദിക്കുന്ന സീൻ ഇവിടെ ആയിരുന്നത്. ആന്റിക് ഷോ നോക്കി, ഏത് തലശ്ശേരിക്കാരനാണ് കിട്ടിയതെന്ന്. പിന്നെ അനിയന്റെ വണ്ടി കാണിച്ചു തരാം. മോനെ ഞങ്ങള് രാരാവീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മെയിൻ ബിരിയാണി സ്പോട്ടിൽ ഗണു കൊണ്ടുവന്നതാണ്. ഇത് ഗണുവിന്റെ കസിനാണേ, കണ്ണൂക്ക്. ബാക്കി എല്ലാരും പോയി, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ. ഇല്ല ഒന്നല്ല, നിന്നെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. വളരെ സാധാരണക്കാരിയെ പോലെ രാരാവിസിൽ വന്നിരുന്ന് ബിരിയാണി കഴിക്കുന്ന ഈ സെലിബ്രിറ്റിയെ നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയുണ്ട് ചേച്ചി? നല്ല ജ്യൂസിയാണ്, ഫ്ലേവർ ഉണ്ട്. സ്മെല്ല് എങ്ങനെയുണ്ട്? നല്ല സ്മെൽ. അരിയൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ട് അവിടെ നിന്ന് റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും കഴിക്കും, പക്ഷെ ഒരു സമാധാനമായി. ക്യാമറമാൻ ഗണുവിനോടൊപ്പം മിസ്ന. നല്ല ഭംഗി. ഗണുവിന്റെ പുതിയ കാറാ. ഗണുവും അവൻ്റെ അനിയനും പറഞ്ഞ് ഇവിടുത്തെ ഷേക്കുകൾ നല്ലതാണ്. അപ്പം എനിക്ക് എന്നിട്ട് ബട്ടർ അവക്കാഡോ വാങ്ങിച്ചരാൻ നിൽക്കേ. എടാ നിന്നെ ഇതിൽ കാണാൻ നല്ല രസമുണ്ടടാ. ഈ വീട് കണ്ടോ? ഇത് നമ്മുടെ സിനിമാ നടൻ ഡാൻസർ വിനീതിന്റെ വീടാണ്. ഷേക്ക് കോർണർ. ഞാൻ ഇവിടെ ഒരു വീട് കണ്ടേ, അപ്പൊ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവനപ്പോ തന്നെ വളയ്ക്കാന്ന് പറഞ്ഞു. കാണിച്ചു തരാം. ഇതാണ് വീട്. ഇനി ഇത് നിങ്ങളെ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ വീടിന്റെ പേര് നോക്കിക്കേ, എവിടെയും കണ്ടിട്ടില്ല ഞാൻ എന്റെ പേര് എഴുതി വെച്ചേക്കണേ. മാഷാഅല്ലാ, മിസ്നസ് പാലസ്. ഏഷ്യാസ് ലാർജസ്റ്റ് ഡ്രൈവിംഗ് ബീച്ച് ആണെന്നാണ് പറയണേ. മുഴുപ്പിലങ്ങാട് ബീച്ച്. ഭയങ്കര സൂപ്പറാ. പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ ആൾക്കാർ ഗോവയിലൊക്കെ പോണ്. കോണ്ടസ് പറഞ്ഞാ
എന്റെ കുഞ്ഞിപ്പീഹുനെ പോലെ ഒരു കൊച്ചു. ആ നീണ്ട് ആ ചുരുണ്ട മുടിയായിരുന്നു. എന്റെ കുഞ്ഞിപ്പീഹു. ഞങ്ങള് ചുമന്നിരിക്കണം. അതെ, ചുവപ്പ്. ഇത് ഭയങ്കര രസമുള്ളൊരു സ്പോട്ടാണ്. കേരളത്തിൽ വന്ന ആരും മിസ്സാക്കരുത്. നീ ഈ പാർട്ടിയാണോടാ? ആണോ? പിണറായി വിജയന്റെ. ഈ ബീച്ചിന്റെ ഒരു ഇതാണ് ബീച്ച്. ആ ഇതൊരു ബീച്ചാണോ? കാലിലൊരു തരി പോലും മണ്ണാവണില്ല. ഭയങ്കര രസം. ഗൈസ്, ഗണുവും ശരത്തും മണികണ്ഠനും പോവാൻ പോണേ. ടാറ്റാ. ഗണു എന്നെ വിട്ട് പോണേല് വിഷമത്തിലാണോ? ടാറ്റ. എന്റെടുത്ത് വന്നോ? കണ്ടോ ആരെന്റെ അടുത്ത് ചാടി വന്നത്? എല്ലാവരുടെയും രാവിലത്തെ ജോലി കുഞ്ഞവനെ കളിപ്പിക്കും. മൈ ഫേവറേറ്റ്, അമ്മയുടെ ഫേവറേറ്റ് ഇഡ്ലി സാമ്പാർ. അത് കൂടാണ്ട് അമ്മ പുട്ടും കടലയും ഉണ്ടാക്കി. കൈയടിക്ക് കൈയടിക്ക്. മിടുക്കി മിടുക്കി. രാജകുമാരി, എന്റെ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളേ? സബ്സ്ക്രൈബ്. Ready for day 3? Yes, I am. We are. കണ്ണൂരിലെ ദ മോസ്റ്റ് ഫേമസ് ലഞ്ച് സ്പോട്ട് ഒതേൻസിലാണ് വന്നേക്കണേ. കറി ഒഴിച്ചിട്ടില്ല, പക്ഷെ സ്പെഷ്യൽ വാങ്ങിച്ചു. അൽക്കൂറ. അവിടുത്തെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളൊന്ന് തണുപ്പാവാനായിട്ട് സെക്യൂറ മോളിൽ വന്നു. ഇവിടെ ഇരുന്ന് ചില്ലി. ഓ, ചില വർക്കഹോളിക്സ്. നമ്മളൊരു സ്പോട്ടിലെത്തി, മാങ്ങാട്ടുപറമ്പ് ശ്രീ എന്തോ. എന്താ ഷൂട്ട് ചെയ്തതാ?
നരിമട എന്നാണ് ഇതിന്റെ പേര്. ശരിയാ. പുലി ഉണ്ടാവൂട്ടാ. പുലിയും പശുവും നീലീനെ ഇങ്ങനെ ആക്കുമല്ലോ. അപ്പൊ എനിക്ക് പുലിയും പശുവും മറ്റേ സ്നേഹത്തോടെ കഴിയുന്ന സ്ഥലത്ത് എന്നെ പ്രതിഷ്ഠിച്ചാൽ മതി എന്ന് പറയും. അപ്പം അങ്ങനെ സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇവിടെ മാങ്ങാട്ട് പറയുമ്പോ അങ്ങനെ സംഭവം കണ്ടു. ഈ ഗുഹയിലായിരുന്നു ഇത്, താഴത്തേക്ക് ഇടിഞ്ഞു വീണതാണ്. അങ്ങനെയാണ് ഇവിടെ ഇത് കറക്റ്റാന്ന് എനിക്കതല്ല, ഞാൻ കേട്ടത് വെച്ചിട്ടാ മതി. ഭയങ്കര ഹൈറ്റ് ഉണ്ട് ഇത്. എത്ര സമയത്ത് നിങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഇവർക്ക് പോകുന്നോണ്ടല്ലേ ഞാൻ തന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മ കത്തിച്ച് ഇത്ര തന്നു യൂട്യൂബിൽ. പറഞ്ഞു വേണം എന്റെ വീഡിയോസ് ഒക്കെ Wow, nice shot. ഞങ്ങള് 4 പേരും 4 ചിക്കൻ കറി. നോക്കട്ടെ, ട്രൈ നോക്കണം. ഇങ്ങനെ 2 ലെയറായിട്ട് വെച്ചോ. എണ്ണ പറ്റിയുണ്ട്. നീ അറ്റത്തോട്ട് അങ്ങോട്ട് അതൊന്നും അടിയിൽ മാത്രം 3 വെച്ചോ. 3 6 വെച്ചോ. അല്ലെങ്കിൽ കിട്ടണം, നമുക്ക് കിട്ടണം. ഗ്രില്ലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വിശന്ന് പണ്ടാറാണെങ്കിൽ പെട്ടെന്ന് തിന്നു. വീഡിയോ ഒന്നും എടുത്തില്ല. ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താങ്ക് യു പ്രജിൻ ഫോർ ഹോസ്റ്റിംഗ് അസ്. കേട്ടടാ പ്രജിനെ, താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് അസ്. ഓക്കെ, ഞാന് ബില്ല് ഞാൻ സ്ക്രിപ്റ്റ് അതല്ലേലും എന്തോ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ എത്തി. ഞങ്ങളുടെ ട്രെയിൻ 3 മണിക്കൂർ ഡിലേ. എല്ലാരും ഒന്ന് ഇങ്ങോട്ട് നിക്കോ. ട്രിസ്റ്റ ഒന്ന് അങ്ങോട്ട് നിക്കോ. ടാറ്റ പറ. ബൈ ഗൈസ്, ബൈ. നിങ്ങളല്ലേ എന്നെ പറയണ്ടേ. ടാറ്റ.